Students, so നമുക്കിന്ന് orifice-ന്റെ hydraulic coefficients-ന്റെ ഒരു പ്രോബ്ലം ചെയ്യാം. The head of water over an orifice of diameter 100 mm is 10 meter. The water coming out from orifice is collected in a circular tank of diameter 1.5 meter. The rise of water level in this tank is 1 meter in 25 seconds. Also, the coordinates of a point on the jet measured from vena contracta are 4.3 meter horizontal and 0.5 meter vertical. Find the coefficients CD, CV and CC. അപ്പോൾ ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇവിടെ നമ്മളോട് ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് CD, CV ആൻഡ് CC കാണാനാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം നമ്മളോട് പറഞ്ഞ എന്താണ്, ഇതിൽ ഒരു ഒറിഫൈസ് ഉണ്ട്. ഒറിഫൈസിൻ്റെ ഡയമീറ്റർ 100 mm ആണ്. ആൻഡ് ആ ഒറിഫൈസിൻ്റെ മേലെയുള്ള ഹെഡ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഈ H ആണ്, ദാറ്റ് ഈസ് 10 മീറ്റർ ആണെന്ന് പറഞ്ഞു. ദെൻ ഈ ഒറിഫൈസിൽ നിന്ന് വരുന്ന വാട്ടർ നമ്മളൊരു മെഷറിംഗ് ടാങ്കിൽ കളക്ട് ചെയ്യുന്നുണ്ട്. ആ ടാങ്കിൻ്റെ ഡയമീറ്റർ 1.5 മീറ്റർ ആണ്. 1.5 മീറ്റർ ഡയമീറ്ററുള്ള ടാങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ടാങ്കിൻ്റെ ഹൈറ്റ് എത്രയാണ്? 1 മീറ്റർ ആണ്. 25 സെക്കൻഡ്സ് ആണ് നമ്മൾ ആ ടാങ്കിൽ വാട്ടർ കളക്ട് ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ഈ ഒരു മെഷറിംഗ് ടാങ്കിൽ നമ്മൾ വാട്ടർ കളക്ട് ചെയ്യുന്നത് CD കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇല്ലേ. CDയുടെ ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഈ മെഷറിംഗ് ടാങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന വോള്യൂം ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ ടൈം ആണ്. അപ്പോൾ ആക്ച്വൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാനാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് തന്നത്. അപ്പോൾ CD നമുക്കറിയാം, CD ഈസ് ഈക്വൽ ടു ആക്ച്വൽ ഡിസ്ചാർജ്, Q ആക്ച്വൽ ഡിവൈഡ് ബൈ Q തിയറട്ടിക്കൽ എന്നാണ്. അപ്പോൾ ഈ Q ആക്ച്വൽ കാണാൻ വേണ്ടി നമുക്ക് ഈ മെഷറിംഗ് ടാങ്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഈ Q ആക്ച്വൽ എന്ന് പറഞ്ഞാൽ ദ വോള്യൂം ഓഫ് വാട്ടർ കളക്റ്റഡ് ഇൻ ദി മെഷറിംഗ് ടാങ്ക് ബൈ ടൈം എന്നാണ്. അപ്പോൾ ഈ വോള്യൂം ഓഫ് വാട്ടർ കളക്റ്റഡ് ഇൻ ദിസ് ടാങ്ക് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദിസ് മെഷറിംഗ് ടാങ്ക് ഇൻറ്റു ഹൈറ്റ് ഓഫ് ദിസ് മെഷറിംഗ് ടാങ്ക്. ഏരിയ ഈസ് π/4 ഇൻറ്റു ഡയമീറ്റർ സ്ക്വയർ ആൻഡ് ഹൈറ്റ് ഈസ് 1 meter ആൻഡ് ദിസ് ഈസ് ദ വോള്യൂം ഓഫ് വാട്ടർ കളക്റ്റഡ് ഇൻ ദ മെഷറിംഗ് ടാങ്ക് ആൻഡ് divided by time will give actual discharge. π/4 into 1.5 square into 1/25 and the answer is 0.07068. 0.07068 ആണ്. ഇത് ചെയ്താൽ നമുക്ക് ആൻസർ ആയിട്ട് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? CD കാണണമെങ്കിൽ തിയറട്ടിക്കൽ ഡിസ്ചാർജ് കാണാം. തിയറട്ടിക്കൽ ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു തിയറട്ടിക്കൽ വെലോസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് ഒറിഫൈസ് ആണ്. തിയറട്ടിക്കൽ വെലോസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് ഒറിഫൈസ് വെയർ തിയറട്ടിക്കൽ വെലോസിറ്റി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 into G into H where H is the head of water over orifice, that is 10 meter. അപ്പോൾ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 into 9.81 into 10 2 into 9.81 into 10 ചെയ്താൽ നമുക്ക് 14 meter per second എന്ന് കിട്ടും. V theoretical. Then Q theoretical is equal to V theoretical into area of orifice. Area of orifice കാണണമെങ്കിൽ π/4 into diameter of orifice square. Diameter of orifice is given as 100 mm ഇല്ലേ. 100 mm എന്നാണ് diameter of orifice തന്നത്. That is 0.1 meter. 0.1 square. ചെയ്താൽ നമുക്ക് Q തിയറട്ടിക്കൽ ഇസ് ഈക്വൽ ടു 0.1099 എന്ന് കിട്ടും. 0.1099 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ Q തിയറട്ടിക്കലും കിട്ടി, Q ആക്ച്വലും കിട്ടി. ദെൻ CD ഇസ് ഈക്വൽ ടു Q ആക്ച്വൽ ഡിവൈഡഡ് ബൈ Q തിയറട്ടിക്കൽ, ദാറ്റ് ഈസ് 0.07068 ഡിവൈഡഡ് ബൈ 0.109 ചെയ്താൽ നമുക്ക് 0.643 എന്ന് കിട്ടും. ആൻസർ 0.643 എന്ന് കിട്ടും. ഈ ഒരു റേഞ്ചിലായിരിക്കണം, 0.62 to 0.64 റേഞ്ചിലായിരിക്കണം നമുക്ക് എപ്പോഴും CDയുടെ വാല്യൂ കിട്ടേണ്ടത്. അപ്പോൾ CD നമുക്ക് കിട്ടി. പിന്നെ എന്താ കാണണ്ടേ? CV അല്ലേ. CV കാണാനാണ് നമുക്ക് രണ്ടാമത്തെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് തന്നത്. എന്താണ്?
Also, the coordinates of a point on the jet measured from Vena Contracta are 4.3 meter horizontal and 0.5 meter vertical. അത് തന്നത് നമുക്ക് സി വി കണ്ടാണ് ആ സെൻറ്റൻസ് തന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ സി വി കണ്ടുപിടിക്കാനുള്ള എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഇങ്ങനെയായിരുന്നു ആ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. അതിന് സി വി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, √(x²/4yh) എന്നാണ്. അപ്പോൾ അതിൽ എക്സ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് ഫ്രം വീന കോൺട്രാക്റ്റ് ആണ്. ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ വേർട്ടിക്കൽ കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് ഫ്രം ദി വീന കോൺട്രാക്റ്റിന്. ആ രണ്ട് വാല്യൂ നമുക്കിവിടെ ക്വസ്റ്റ്യനെ തന്നിട്ടുണ്ട്. എന്നിട്ട് സി വി കാണാനാണ് നമുക്ക് പറഞ്ഞത്. അപ്പോൾ സി വിയുടെ ഇക്വേഷൻ സി വി ഈസ് ഈക്വൽ ടു √(x²/4yh). X is horizontal coordinate of the point from Vena Contracta, that is 4.3 meter. So 4.3 square divided by y is vertical coordinate, that is given as 0.5 meter. So y is 0.5 and h is 10 meter. So ചെയ്താൽ നമുക്ക് CV is equal to 0.96 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമിനെ എങ്ങനെ ഒരു പ്രോബ്ലം ചെയ്തിട്ട് കിട്ടുമ്പോൾ നമുക്കൊരു 0.96 to 0.99 വാല്യൂ വേണം സി വിക്ക് കിട്ടാൻ. സി ഡിക്ക് നമുക്ക് 0.62 to 0.64 വാല്യൂ കിട്ടിയാൽ മതി. അപ്പോൾ 0.96 റേഞ്ചിൽ വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ ശരിയാണ്. അപ്പോൾ സി വി നമ്മൾ കണ്ടുപിടിച്ചു, സി ഡി കണ്ടുപിടിച്ചു. പക്ഷേ നമ്മളോട് സി സി കൂടെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. സി സിയുടെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്. സി സി ഈസ് ഈക്വൽ ടു സി ഡി ബൈ സി വി ആണ്. CC is equal to CD by CV, that is 0.643 divided by 0.96 ചെയ്താൽ നമുക്ക് 0.669 എന്ന് കിട്ടും. ഇതാണ് സി ഡിയുടെ വാല്യൂ. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സി ഡി കണ്ടുപിടിക്കാനുള്ള എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ സി ഡി കണ്ടുപിടിച്ചു. അതേപോലെ സി വി കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് ഫ്രം വീന കോൺട്രാക്റ്റ് തന്നിട്ടുണ്ട്. അത് മാത്രമേ നമുക്ക് സി വി കണ്ടുപിടിക്കാൻ വേണ്ടൂ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ സി വിയും കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ സി വിയും സി ഡിയും സി സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് യൂസ് ചെയ്തിട്ട് സി സിയും കണ്ടുപിടിച്ചു. ഓക്കെ, ഇങ്ങനെയാണ് ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, our next problem is a tank has two identical orifices on one of its vertical sides. The upper orifice is 3 meter below the water surface and lower one is 5 meter below the water surface. If the value of CV for each orifice is 0.96, find the point of intersection of two jets. ഇതൊരു ടിപ്പിക്കൽ പ്രോബ്ലമാണ്. മുന്നേ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യാമെന്ന് ഇതേപോലെ പഠിച്ചു വെക്കാം. നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ട് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇത് ഗ്രീൻ എനിക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എനിക്ക് വേറെ ഇപ്പം എൻ്റെ കയ്യിൽ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനൊരു പ്രോബ്ലം വന്നാൽ നമുക്ക് ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൽ 2 ഒറിഫൈസസ് ഉണ്ട്, 2 ഹോൾസ് ഉണ്ട്. ഈ 2 ഹോൾസ് ഒന്നും വാട്ടർ പുറത്തേക്ക് വരുന്നുണ്ട്. ആൻഡ് അറ്റ് എ പോയിൻ്റ് ഈ 2 വാട്ടർ ജെറ്റും തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2 ജെറ്റ് ഓഫ് വാട്ടറും മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് സി വിയുടെ ഇക്വേഷൻ വെച്ചിട്ടാണ്. ഇവിടെ ടാങ്ക് ഹാസ് 2 ഐഡൻറ്റിക്കൽ ഒറിഫൈസസ്. ഐഡൻറ്റിക്കൽ ഒറിഫൈസസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സി വി സെയിം ആയിരിക്കും കേട്ടോ. അതാണ് അതിൻ്റെ മീനിങ്. ഐഡൻറ്റിക്കൽ ഒറിഫൈസസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ 2 ഒറിഫൈസസിന് രണ്ടും ഐഡൻറ്റിക്കലാണ്. സോ സി വി ഈസ് സെയിം ഫോർ ബോത്ത് ദി ഒറിഫൈസസ്. ആൻഡ് ഈ അപ്പർ ഒറിഫൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിലോ 3 മീറ്റർ ഫ്രം ദി വാട്ടർ സർഫസ് ഇൻ ദി ടാങ്ക്. ഇതാണ് ടാങ്കിലുള്ള വാട്ടർ സർഫസ് എങ്കിൽ അതിൽ നിന്ന് 3 മീറ്റർ ബിലോ ആണ് ഫസ്റ്റ് ഒറിഫൈസ്. ആൻഡ് സെക്കൻഡ് ഒറിഫൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 5 മീറ്റർ ബിലോ ദി വാട്ടർ സർഫസ്. ആൻഡ് ഇവിടെ രണ്ടിൻ്റെ സി വി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 0.96 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 2 ഒറിഫൈസിനും പുറത്തേക്ക് വരുന്ന വാട്ടർ ജെറ്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 2 ഒറിഫൈസ് എന്നും ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ ഹൊറിസോണ്ടൽ. അപ്പോൾ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വോളിൽ നിന്ന് ഉള്ള
ഡിസ്റ്റൻസ് ടു ദി പോയിന്റ്. ഈ പോയിന്റ് നമുക്ക് രണ്ട് ജെറ്റും തമ്മിൽ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് നമുക്ക് പി എന്ന് വിളിക്കാം. ആ പോയിന്റിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എക്സ് കണ്ടുപിടിക്കണം. പിന്നെ ഈ ഫസ്റ്റ് ഓറിഫൈസിൻ്റെ വീന കോൺട്രാക്റ്റ് എന്നുള്ള y1 വെർട്ടിക്കൽ ഡിസ്റ്റൻസ് y1 കണ്ടുപിടിക്കണം. സെക്കൻഡ് ഓറിഫൈസിൻ്റെ വീന കോൺട്രാക്റ്റ് എന്നുള്ള ഡിസ്റ്റൻസ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് y2 കണ്ടുപിടിക്കണം. ഇത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ എക്സും y1ഉം y2ഉം കണ്ടുപിടിച്ചാൽ ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിവിടെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐഡൻറ്റിക്കൽ ഓറിഫൈസസ് ആണ്. സോ ഇതിൻ്റെ സി വി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ സി വിൻ്റെ ഇക്വേഷൻ നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും ഒക്കെ ടേമിൽ നമുക്ക് സി വിയുടെ ഇക്വേഷൻ അറിയാം. അപ്പോൾ ആ സി വിയുടെ ഇക്വേഷൻ നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ വി ഹാവ് y1 എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഓറിഫൈസിന് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. y2 എന്ന് പറയുന്നത് സെക്കൻഡ് ഓറിഫൈസിന് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ആൻഡ് y1 എന്ന് പറഞ്ഞാൽ y1 നമുക്ക് എങ്ങനെ എഴുതാം? y1 is equal to y1 എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. y1 is equal to y2ൻ്റെ കൂടെ ഈ ഒരു ഡിസ്റ്റൻസും കൂടെ ആഡ് ചെയ്താലല്ലേ നമുക്ക് y1 കിട്ടുക. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ഓറിഫൈസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ, വെർട്ടിക്കൽ ഡിസ്റ്റൻസിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ 5 - 3 ആയിരിക്കും ഈ ഒരു ഡിസ്റ്റൻസ്. അപ്പോൾ y1 നമുക്ക് y1 is equal to y2 plus 5 - 3 എന്ന് എഴുതാം. y2ൻ്റെ കൂടെ ഈ ഒരു ഡിസ്റ്റൻസും കൂടെ ആഡ് ചെയ്തതാണ് y1. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 എന്ന് ഈ ഒരു ടോട്ടൽ 5 എന്ന് ഈ ഒരു 3 മൈനസ് ചെയ്ത് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടും. y1 is equal to y2 minus 5/3 ആണ്. ദാറ്റ് ഈസ് y2 plus 2 എന്ന് എഴുതാം അല്ലേ, y2 plus 2. അപ്പോൾ y1 നമ്മൾ ആദ്യം മാറ്റി എഴുതാം. ഈ പ്രോബ്ലം ഇങ്ങനെ തന്നെയാണ് ചോദിക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് സ്റ്റെപ്പ് ഫോളോ ചെയ്യേണ്ടത്. y1 ആദ്യം നമ്മൾ y2 plus 2 എന്ന് എഴുതി. ഇനി നമുക്ക് ഈ ഫസ്റ്റ് ഓറിഫൈസിന് സി വിയുടെ ഇക്വേഷൻ എഴുതാം. ഫസ്റ്റ് ഓറിഫൈസിനെ സംബന്ധിച്ചിടത്തോളം സി വിയുടെ ഇക്വേഷൻ ഇസ് x/√4y1 h1 അതായത് ഇവിടെ 3 മീറ്ററാണ് വരിക, അങ്ങനെ എഴുതാം. ആൻഡ് CV1 എന്ന് എഴുതാൻ വേണേൽ അതിനെ CV2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓറിഫൈസിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി ആണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? x/√4y2 h2 എന്ന് എഴുതാം. h2 എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് ഓറിഫൈസിൽ നിന്ന് ഈ നമ്മുടെ വാട്ടർ സർഫസിലേക്കുള്ള ഹൈറ്റ് ദാറ്റ് ഈസ് 5 മീറ്റർ. ആൻഡ് ഫോർ ഐഡൻറ്റിക്കൽ ഓറിഫൈസസ് CV1 is equal to CV2, that is x/√4y1 h1 is equal to x/√4y2 h2. അപ്പോൾ ഈ x ഒക്കെ ക്യാൻസൽ ആയി പോവും. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? √4y1 × 3 അല്ലേ h1 എന്ന് പറഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് ഓറിഫൈസിൽ നിന്ന് വാട്ടറിൻ്റെ സർഫസിലേക്കുള്ള ഹൈറ്റ് ആണ്. സോ h1 is 3 is equal to √4y2 × h2 is 5 meter, that is 3y1 is equal to 5y2 ഇല്ലേ. 3y1 is equal to 5y2. നമുക്ക് ഓൾറെഡി എന്തുണ്ട്? y1 is equal to y2 plus 2 എന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ y1 പകരം y2 plus 2 എന്ന് കൊടുക്കുകയാണ്. സോ y2 plus 2 is equal to 5y2. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് y2 is equal to 3 എന്ന് കിട്ടും. y2 3 ആണെങ്കിൽ y1 എത്രയാണ്? y1 is y2 plus 2. സോ y2 3 ആണെങ്കിൽ y1 is y2 plus 2, that is 3 plus 2, that is 5. അപ്പോൾ y1 ഉം y2 നമുക്ക് കിട്ടി. y2 is 3 and y1 is 3 plus 2 5. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണം? എക്സ് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ ഏതെങ്കിലും ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് CV1ൻ്റെ ഇക്വേഷൻ എഴുതാം. CV1 is equal to x/√4y1 h1. അപ്പോൾ x is equal to CV1 into √4y1 h1. ദാറ്റ് ഇസ് CV1 നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 0.96 ആണ്. ഇൻറ്റു 4 ഇൻറ്റു y1 എത്രയാണ് നമുക്ക് കിട്ടിയത്? 5 ഇൻറ്റു h1 എത്രയാണ്? h1 is 3 അല്ലേ. ഓക്കെ, അപ്പോൾ ആൻസർ വരിക
7.436 മീറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ രണ്ട് ഐഡൻറ്റിക്കൽ ഓറിഫൈസസ് ഉണ്ട്. അപ്പോൾ രണ്ടൊന്നും ജെറ്റ് ഓഫ് വാട്ടർ പുറത്തേക്ക് വരുന്നുണ്ട്. അത് രണ്ടും മീറ്റ് ചെയ്യുന്നത് ഈ ഓറിഫൈസ് എന്ന് ഹൊറിസോണ്ടലി 7.436 മീറ്റേഴ്സിലും ദെൻ ഫസ്റ്റ് ഓറിഫൈസ് എന്ന് 5 മീറ്റർ ബിലോയും സെക്കൻഡ് ഓറിഫൈസ് എന്ന് 3 മീറ്റർ ബിലോ ആണ് ഈ രണ്ട് ജെറ്റും തമ്മിൽ കൂട്ടിമുട്ടുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ടത് ഐഡൻറ്റിക്കൽ ഓറിഫൈസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഓറിഫൈസിൻ്റെയും CV സെയിം ആയിരിക്കും. അപ്പം നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട കൺസെപ്റ്റ് CV സെയിം ആണ്. അപ്പോൾ നമുക്ക് CVയുടെ ഇക്വേഷൻ രണ്ടും ഇക്വേറ്റ് ചെയ്യാം. അതിൽ നിന്ന് y1ഉം y2ഉം തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാം. ഓൾറെഡി നമുക്ക് ഈ ഹെഡ് ഡിഫറൻസ് എന്ന് y1ഉം y2ഉം തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും. അതും കൂടി ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് y1ഉം y2ഉം കിട്ടും. ദെൻ ആ y1ഉം y2ഉം CVയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് xഉം കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. ഇതിങ്ങനെ തന്നെയാണ് ചോദിക്കുക, ടിപ്പിക്കൽ പ്രോബ്ലം ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് പഠിച്ചു വെക്കുക കേട്ടോ. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്.